പാഷൻ മൈ ഹാപ്പിനെസ്സിലേക്ക് സ്വാഗതം. ഇത് സ്കേർട്ട് ആൻഡ് ടോപ്പിന്റെ 6ാമത്തെ ക്ലാസ് ആയ ഹാൻഡ് കർച്ചീഫ് സ്കേർട്ട് ആണ്. ഇതുവരെയുള്ള എല്ലാ ക്ലാസ്സിലും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടുണ്ട്. എല്ലാവരും കയറി ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്കിനി ക്ലാസ്സിലേക്ക് കടക്കാം. വേസ്റ്റ് റൗണ്ട് 19 ഇഞ്ച്, 19 ഡിവൈഡ് ബൈ 4 ചെയ്തു. അപ്പൊ എനിക്ക് 4.75 കിട്ടി. അതിലൂടെ 5 ഇഞ്ചാണ് ഞാൻ ഇലാസ്റ്റിക്കിന് വേണ്ടി എക്സ്ട്രാ ആഡ് ചെയ്യുന്നത്. ഈ 5 ഇഞ്ച് തന്നെ ആഡ് ചെയ്യുന്ന നിർബന്ധമില്ല, ഒരു 3 ഇഞ്ച് ആയാലും മതി. ഇത് ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. അപ്പൊ എനിക്ക് അങ്ങനെ 4.25 5 ഇഞ്ച് ആഡ് ചെയ്തപ്പോൾ എനിക്ക് 9.25 കിട്ടി. ഇത് ഒരു ഭാഗത്തേക്ക്, ഫ്രണ്ടില് ഒരു ഭാഗത്തേക്ക് മാത്രമായിട്ടുള്ള അളവാണ്. അടുത്ത സ്കേർട്ട് ലെങ്ത് ആണ്. സ്കേർട്ട് ലെങ്ത് എനിക്ക് 14 ഇഞ്ചാണ്. ഈ 14 2.5 ഇഞ്ച് ഞാൻ ആഡ് ചെയ്യും. ഈ 2.5 ഇഞ്ച് എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ ഇവിടെ ഇലാസ്റ്റിക് വെക്കുകയാണ്. സെപ്പറേറ്റ് ബാൻഡ്, വേസ്റ്റ് ബാൻഡ് സെപ്പറേറ്റ് വെച്ചല്ല സ്റ്റിച്ച് ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ എടുക്കുന്ന തുണിയിൽ തന്നെ ജസ്റ്റ് ഒന്ന് മടക്കി അടിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയാണ് 2.5 ഇഞ്ച് ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്യുന്നത്. അതിൻ്റെ ഒപ്പം 1 ഇഞ്ച് നമ്മൾ അടിഭാഗം മടക്കി അടിക്കാൻ വേണ്ടി. അങ്ങനെ 14 ഇഞ്ചിൻ്റെ കൂടെ 2.5 ഇഞ്ച് എനിക്ക് ഇലാസ്റ്റിക് വെച്ച് അടിക്കാനും 1 ഇഞ്ച് ഞാൻ അടിഭാഗം മടക്കി അടിക്കാൻ. അങ്ങനെ എനിക്ക് 17.5 കിട്ടി. ഇവിടെ 2.5 ഇഞ്ച് വന്നേക്കണം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് 3/4 ഇഞ്ചിന്റെ ഇലാസ്റ്റിക് ആണ് ഞാൻ എടുക്കുന്നത്. അപ്പൊ 1 ഇഞ്ച് നമുക്ക് വീതി വേണ്ടി വരും. അങ്ങനെ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും 1 ഇഞ്ച്, പിന്നെ 1/2 ഇഞ്ച് നമ്മൾ മടക്കി അടിക്കാൻ വേണ്ടി. അങ്ങനെയാണ് എനിക്ക് 2.5 ഇഞ്ച് വരുന്നത്. അതെങ്ങനെയാണെന്നുള്ളത് കട്ടിങ് വീഡിയോയിൽ അല്ലെങ്കിൽ സ്റ്റിച്ചിങ് വീഡിയോയിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം. അങ്ങനെ എനിക്ക് 17 കിട്ടി. അപ്പൊ ഞാൻ ഇതിങ്ങനെ ഇങ്ങനെ നമ്മൾ സെമി അംബ്രല്ലയ്ക്ക് വേണ്ടി നമ്മൾ കട്ട് ചെയ്യണ പോലെയാണ്. നമ്മൾ കോണോട് കോണിട്ടാണ് കട്ട് ചെയ്യുക. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് ഇവിടെ വേസ്റ്റ് എത്രയാണ് വേണ്ടത്, വേസ്റ്റ് റേഡിയസ് നമ്മൾ കണ്ടുപിടിക്കണല്ലോ. അപ്പൊ അതെങ്ങനെയാണെന്നുള്ളത് ഇക്വേഷൻ വഴിയല്ല നമ്മൾ കണ്ടുപിടിക്കും. ജസ്റ്റ് ഒന്ന് ഒരു കണക്ക് പ്രകാരമാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇക്വേഷൻ നമ്മളൊന്നും ഇതിന് ഉപയോഗിക്കുന്നില്ല. അപ്പൊ അതിന് വേണ്ടി എന്തോരം വേണം എന്നുള്ളത്, ഇപ്പൊ 9.25 വേസ്റ്റ് റൗണ്ട് വേണമെങ്കിൽ എനിക്ക് 6.25 എനിക്ക് ഈ ഒരു കോർണറിൽ നിന്ന് എനിക്ക് അടയാളപ്പെടുത്താനുള്ളത്. അപ്പൊ ഈ 17 കൂടി ഞാൻ 6.25 കൂടി അടയാളപ്പെടുത്തി എനിക്ക് 23.25 കിട്ടി. ഇങ്ങനെയാണ് നമ്മുടെ ഹാൻഡ് കർച്ചീഫ് സ്കേർട്ടിന്റെ കാൽക്കുലേഷൻ വരുന്നത്. ഇതിന്റെ കൂടുതൽ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കട്ടിങ്ങിലും സ്റ്റിച്ചിങ്ങിലും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അത് കയറി ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.